14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. പത്തനംതിട്ട മുൻസിഫ് കോടതിയിൽ നിന്ന് 14 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മാവേലിക്കര ജയിലിലേക്കായിരിക്കും മാറ്റുക എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അല്പസമയത്തിനകം കോടതി നടപടികൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്കിറങ്ങും. ആദ്യഘട്ടത്തിൽ ആശുപത്രി പരിസരത്തുണ്ടായ പ്രതിഷേധങ്ങൾക്ക് സമാനമായ പ്രതിഷേധം പുറത്തേക്കിറങ്ങുന്ന വഴികളിലും ഉണ്ടാകാനാണ് സാധ്യത. അതിന് നടുവിലൂടെയാണ് ഈ വാഹനം പോലീസ് അല്പസമയത്തിനകം പുറത്തേക്കിറക്കാൻ പോകുന്നത്. എന്തായാലും 14 ദിവസത്തേക്ക് പാലക്കാട് MLA റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മജിസ്ട്രേറ്റ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് മാവേലിക്കര ജയിലിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാകുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. രാഹുലിന് ജാമ്യമില്ല. അഴിക്കുള്ളിലേക്ക് രാഹുൽ പോകണം. 14 ദിവസത്തേക്ക് രാഹുൽ ജയിലിൽ കഴിയണം. ഇതിനിടയിലാകും ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ അടക്കം നൽകുക പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇക്കടത്തിൽ നൽകാനുള്ളത്. അഭിഭാഷകനുണ്ടായിരുന്നു, രാഹുലിനായി വാദിച്ചു. പക്ഷേ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. നേരത്തെയുള്ള 2 കേസുകളിൽ മുൻകൂർ ജാമ്യം നേടിയ രാഹുൽ 3ാമത്തെ കേസിൽ പൂർണ്ണമായും കുടുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോവുകയാണ്. ജാമ്യം പൂർണ്ണമായും നിഷേധിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇനിയുള്ള നിയമവഴികൾ മറ്റ് മേൽക്കോടതികളിലേക്ക് പോവുക എന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നീക്കങ്ങൾ ആരംഭിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും ഈ കേസിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കി കോടതികൾ ശക്തമായ തീരുമാനമെടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. അന്വേഷണവുമായി ഒരു ഘട്ടത്തിലും രാഹുൽ സഹകരിച്ചില്ല എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. മാവേലിക്കര സബ് ജയിലിലേക്കായിരിക്കും ഒരുപക്ഷെ രാഹുലിനെ കൊണ്ടുപോകുന്നത്. കൊട്ടാരക്കരയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയുള്ള ജയിലുകളിൽ എണ്ണം കൂടുതലാണ് എന്നുള്ളത് പോലീസ് ബോധ്യപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിലേക്ക് പോകുന്നത്. ഇനി 14 ദിവസത്തേക്കുള്ള റിമാൻഡ് കാലാവധിയാണ് രാഹുലിനായി മജിസ്ട്രേറ്റ് വിധിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ചോദ്യം ചെയ്യാനുള്ള അവസരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകും. ഒപ്പം വീണ്ടും ജാമ്യത്തിന് ശ്രമിക്കും അഭിഭാഷകൻ. മേൽക്കോടതികളെ സമീപിക്കും. അങ്ങനെ നിയമത്തിൻ്റെ നൂലാമാലകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുന്ന പശ്ചാത്തലമാണ് ഈ ഘട്ടത്തിലുള്ളത്. ഡാൻ കുര്യൻ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? BB അരുണിലേക്ക് പോകണം. അരുണ്, ഏറ്റവും ഒടുവിൽ ജയിലഴികളിലേക്ക് നേരത്തെയും സമരങ്ങളുടെയൊക്കെ പേരിൽ പിണറായി സർക്കാരിനെതിരെയുള്ള നിരവധി സമരങ്ങളുടെ പേരിൽ ജയിലഴികളിലേക്ക് പോയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ പീഡന കേസിൽ, ബലാത്സംഗ കേസിൽ രാഹുൽ അകത്തു പോവുകയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർ തന്നെ രാഹുലിനെ കളിയാക്കി പറഞ്ഞത് നേതാവാകാൻ വേണ്ടി ജയിലിലേക്ക് സമരം ചെയ്ത് അങ്ങനെ മനഃപൂർവ്വം പോയെന്ന ആരോപണങ്ങളൊക്കെ രാഹുലിനെതിരെ കോൺഗ്രസ് തന്നെ ഉയർന്നു വന്നതാണ് രാഹുൽ ജയിലിലാകുമ്പോൾ. ഏതായാലും ഇപ്പോൾ ഒരു MLAയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു MLA ആകരുത് എന്നതിന് ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലേക്ക് പോവുകയാണ്. അഴിക്കൂട്ടിലേക്ക് രാഹുൽ പോവുകയാണ്. രാഹുൽ ജയിലിലാകുന്നു. 14 ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. നിരന്തരം പരാതികൾ രാഹുലിനെതിരെ ഉയർന്നു വന്നു. മൂന്നാം കേസിലാണ് രാഹുലിന് കുരുക്ക് മുറുകിയത്. പലതവണ കുരുക്ക് മുറുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവിടെ നിന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കുരുക്കിലേക്ക് രാഹുൽ വീണിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോവുകയാണ്. ഗുരുതരമായ പരാമർശങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി FIRലും ഉള്ളത്. റിമാൻഡ് റിപ്പോർട്ട് സ്വാഭാവികമായി അതിലും കടുത്ത പരാമർശങ്ങൾ ഉണ്ടാകണം. മനഃപൂർവ്വം ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ആരോപണമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.